ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ വയർലെസ് മോഷ്ടിച്ച ഒരു കഥാപാത്രത്തെ നാം ആരും മറക്കാൻ സാധ്യതയില്ല. വളരെ രസകരമായിട്ടാണ് ആ കഥാപാത്രത്തെ ആ നടൻ അവതരിപ്പിച്ചത്. കോബ്ര രാജേഷ് നമ്മോടൊപ്പമുണ്ട്. ആ ഒരു പടം വളരെ ഹിറ്റായിരുന്നു. താങ്കളുടെ പ്രകടനമാണ് എല്ലാവരും ഓർത്തിരിക്കുന്നത്. എപ്പോഴും ഒരു സംശയം തോന്നുന്ന ഒരു കാര്യം, അത്രയ്ക്ക് ഒറിജിനാലിറ്റി എവിടെ നിന്ന് കിട്ടി? അല്ല, അതൊക്കെ ദൈവത്തിന് എങ്ങനെയോ വന്നെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കുടിയനെന്ന് പറഞ്ഞ സംഭവം ഞാനും അല്പം മദ്യപിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു കഥാപാത്രം അവിടെ ചെന്ന് സാറ് പറഞ്ഞ് വ്യത്യസ്തനായിട്ടൊരു കുടിയൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുടിയും ചെയ്തു, രണ്ട് കുടിയും ചെയ്തു, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഒരു കുടിയെ കാണിച്ചു. അപ്പോൾ നമ്മുടെ തന്നെ ഒരു ബന്ധത്തിലുള്ള വ്യക്തിയെ ഒബ്സർവേഷൻ ചെയ്തിട്ട് ഒരു കുടിയെടുത്തു. അത് ഓക്കെ ആയി. എന്തായാലും എവിടെ ചില എന്നാലും കോപ്പറേഷൻ താങ്കൾ വിളിച്ച പോലെ കൊച്ചു പിള്ളേർ കൊപ്പറേഷൻ വിളിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എന്തോ ദൈവത്തിൻ്റെ എല്ലാം പുള്ളി തീരുമാനിക്കുമല്ലോ കാര്യങ്ങളൊക്കെ. അങ്ങനെ സംഭവിച്ചാണ്. എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ്? കോമഡി എക്സ്പ്രസ് എന്ന പരിപാടിയുണ്ട്, മെഗാ ഷോ. അപ്പോൾ അതിൻ്റെ ഫൈനലിൽ ബെസ്റ്റ് കോമഡി ഞാനായിരുന്നു. ഒന്നാം സമയം ഞങ്ങളുടെ ടീമായിരുന്നു. അപ്പോൾ അത് കൺട്രോളർ ബീനു മുരളിച്ചേട്ടൻ കണ്ടു. അങ്ങനെ സാറിനോട്, ഷൈൻ സാറിനോട്, എൻ്റെ ദൈവത്തിനോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് പടത്തിൽ വേഷം കിട്ടും. പക്ഷേ അതിലൊരു കഥയുണ്ട്. അതായത് സിനിമയിൽ ഞാൻ ചെല്ലുമ്പം സാർ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ചെന്ന് ഓഡിഷൻ ചെയ്യുന്നു. അപ്പോൾ സാർ പറഞ്ഞു ഇങ്ങനെ താടിയും മുടിയൊക്കെ വളർത്താൻ പറഞ്ഞു. ഞാൻ താടിയും മുടിയൊക്കെ വളർത്തി. അങ്ങനെ 4, 5, 6, 8 മാസം മൊത്തം. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ മുടി, ഇങ്ങനെ താടി ജീവിതം. അന്നാണ് ഞാൻ മുടിയും താടിയും വളർത്തി തുടങ്ങിയത്. നാട്ടിൽ എല്ലാവരും അറിഞ്ഞു. എല്ലാവരും മൊത്തം അറിഞ്ഞു. അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ഒഴിച്ച് ബാക്കി എല്ലാവരും അറിഞ്ഞു എന്ന് പറയാം കേരളത്തിലുള്ള. ഞാൻ ഇങ്ങനെ പടത്തി അഭിനയിക്കാൻ വളരെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ നമുക്ക് അഭിനയിക്കുന്നുള്ളത്. ഒരു ദിവസം എൻ്റെ സുഹൃത്ത് വിളിച്ച് പറയുകയാണ്, എടാ ഇങ്ങനെ ആക്ഷൻ ഹീറോ ബിജിൻ്റെ പടം 80% ഷൂട്ട് കഴിഞ്ഞെന്ന്. ഞാൻ ഓടി അവിടെ ചെന്നപ്പോൾ സാറ് പറയാം, ഞാൻ നിൻ്റെ കാര്യങ്ങൾ മറന്നുപോയി. പിന്നെ അങ്ങ് പണ്ടത്തെ സീതാദേവിയുടെ കാര്യം പറഞ്ഞാൽ ഭൂമി വീണ്ടുകീറി ഞാൻ അങ്ങ് പോയേനെ അവസ്ഥ എനിക്കാണ്. അപ്പോൾ എന്തായാലും സാറിന് കുഴപ്പമില്ല, നമുക്കൊരു തരികിട കളിക്കാം. അപ്പം ഞാനും നിവിൻ പോളിയും കുറച്ച് പേരെ ആരും ഇത് അറിയത്തില്ല. നീ അഭിനയിച്ച് നീ ഓക്കെ ആണെങ്കിൽ നിനക്കൊരു വേഷം, ഇല്ലെങ്കിൽ നിനക്ക് വണ്ടിക്കൂലി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പടത്തിലെ പോലെ എൻ്റെ മുടിയൊക്കെ നിരപ്പിച്ച് ഒരു മഞ്ഞ ഷർട്ടൊക്കെ ഇട്ട് തന്ന് എന്നെ ഇരുത്തി. ഞാൻ അഭിനയം തുടങ്ങി. പ്രശ്നം ഉണ്ടാക്കി ഞാൻ മൊത്തം വിഷയം ഉണ്ടാക്കി ഒരു 10-20 മിനിറ്റോളം വിഷയം ഉണ്ടാക്കി. അവസാനം പ്രൊഡക്ഷനിൽ തന്നെയുള്ളൊരു പയ്യൻ എന്നെ പാല കൊണ്ട് അടിക്കാൻ വേണ്ടി വന്നു, എൻ്റെ ശല്യം കൊണ്ട്. അപ്പോൾ സാർ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എനിക്കത് നമ്മുടെ പടത്തിൽ ചെറിയ വേഷം ചെയ്ത രാജേഷാന്ന് പറഞ്ഞു. അതാണ് എൻ്റെ സിനിമയിൽ എൻട്രി എന്ന് പറയുന്നത്. പക്ഷേ അത് ഇത്രത്തോളം നമ്മൾ മനസ്സിൽ പിടിച്ച് വിചാരിച്ചത്. ഇപ്പം നിങ്ങൾ പോലും പറഞ്ഞ പോലെ ഭയങ്കര ഇതാണ്. ഇപ്പോൾ ഒരുപാട് ട്രോളൊക്കെ വരുമ്പോൾ നമ്മുടെയാണ് ഇറങ്ങിക്കുന്നത്. അതാണ് ഈ സന്തോഷം. ഒരുപാട് സാധനം ട്രോളും നമ്മുടെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽപ്പില്ലേ, അതൊക്കെ ബേസ് ചെയ്ത് നമുക്ക് അതൊക്കെ സന്തോഷമാണ്. അങ്ങനെ സിനിമയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് അതാണ്. അതിനുശേഷമുള്ള ഒരു സിനിമാ ജീവിതം നമ്മൾ എടുക്കുമ്പോൾ തൃപ്തനാണോ ഇപ്പോൾ? 100%. നമ്മളൊക്കെ നമ്മൾ ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പം നമ്മളൊക്കെ ജനം ഒരു 10 പേര് കൂടുന്ന അവിടെ 2 പേര് തിരിച്ചറിയുമ്പോൾ നമുക്ക് സന്തോഷമില്ല. 10 പേരുള്ള സ്ഥലത്ത് എന്നെ എല്ലാവരും തിരിച്ചറിയില്ല, ഒരു 2 പേര് തിരിച്ചറിയുമ്പോൾ നമുക്ക് അതിലൊരു കലാകാരൻ, ഏത് കലാകാരനും തുടക്കം ഒരു തിരിച്ചറിവാണ്. അതൊക്കെ സന്തോഷമില്ല. പിന്നെ നമുക്ക് സ്വന്തമായിട്ടല്ലേ ഒരു സ്ഥലമായി, വീടായി, എല്ലാം കൊണ്ടും ദൈവം നമുക്ക് തന്നിട്ടിരിക്കുകയാണ്. ഇപ്പം സംതൃപ്തി, പൂർണ്ണമായിട്ട് സംതൃപ്തിയാണ്. ഇങ്ങനെ തന്നെ പോയാൽ മതി. ഞാൻ പറഞ്ഞത് വലിയ ഇങ്ങനെ പോയാൽ മതി. അതാണ് നമ്മുടെ പ്രതീക്ഷയ്ക്കത്തുള്ള സിനിമകളൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ്? ഇപ്പം നമ്മൾ കഴിഞ്ഞതിൽ ധ്യാൻ ശ്രീനിവാസൻ 2 പടം, കുടുംബശ്രീ കുഞ്ഞാടും, ഇനി ഒരു അവാർഡ് മൂവി, ഒരു കണ്ടൽക്കാരനെ ബേസ് ചെയ്തുള്ള ഒരു ചാത്തൻ കഥാപാത്രം, അതെനിക്ക് ബേസ് ആകും. അങ്ങനെ ഒരു അവാർഡ് മൂവിയാണ്, അത് റിലീസായിരിക്കുന്നു. ഇപ്പോൾ സൂപ്പർ ജെമിനി എന്നൊരു പടം, അതും റിലീസായിരിക്കുന്നു. കുഴപ്പമില്ല. ഇപ്പോൾ 1-2 പടങ്ങൾ പിന്നെ ചെയ്ത പടങ്ങൾ. പിന്നെ ഇപ്പം നമ്മുടെ മമ്മൂക്കയുടെ പുഴു എന്ന് പറഞ്ഞ പടം ചെയ്ത രത്തിന മാഡത്തിൻ്റെ പാതിരാത്രി എന്ന് പറഞ്ഞൊരു പടം, സൗബിൻ സാഗറും നവ്യ നായരുമാണ്. അതിലും വേഷം ചെയ്തു. കുഴപ്പമില്ല. ഈശ്വരൻ കാരണം കൊണ്ട് ഒരു കുഴപ്പമില്ല, മുമ്പോട്ട് പോകുന്നു. അരിമേണിച്ച് പോകുന്നുണ്ട്. കൈനിറയ പടങ്ങൾ എന്ന് തന്നെ പറയാം അല്ലേ? കൈനിറയല്ല, നമുക്ക് പറയാം. ഇപ്പം നമുക്ക് 3 നേരം നമുക്ക് ആഹാരം കഴിക്കാം, അവർക്ക് നല്ല തുണി മേടിക്കാം, എല്ലാം കൊണ്ട് കുഴപ്പമില്ല. കേബിൾ, കറണ്ട് ചാർജ് എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഒരു തടസ്സങ്ങളില്ല. അത് മനുഷ്യ ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞു. നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? നാടകമല്ല, മിമിക്രി അടിച്ച മിമിക്രി ഒരുപാട്. ഞാൻ പറയാം, 2000 കൊച്ചിലോട്ട് ആദ്യമേ മിമിക്രി ഫീൽഡിൽ കട്ടം കെട്ടിയാണ് വരുന്നത്. പിന്നെ ഒരുപാട് സമിതികൾ, കേരളത്തിൽ ഒരുപാട് സമിതി കളിച്ചിട്ടുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ ബോയ് ആയിരുന്നു. ഇപ്പോൾ സിനിമയിൽ പ്ലേറ്റ് പ്രൊഡക്ഷൻ ബോയ് ആയിരുന്നു. അത് യൂണിയൻ ഇല്ലാത്ത കാലത്ത് പ്രൊഡക്ഷൻ ബോയ് ആയിരുന്നു. പ്ലേറ്റ് എഴുതി അവിടെ നിന്ന് പിന്നെ പ്രൊഡക്ഷനിൽ നിന്ന് മാറി നേരെ യൂണിറ്റായി നമ്മുടെ ട്രാക്ക്, ആലപ്പുഴ വൈശാലി ട്രാക്കിൽ ബാബുചന്ദ്രയുടെ ട്രാക്ക് ചെയ്ത്. അന്നൊന്നും മനസ്സുകൊണ്ട് ഒരു വിഷമമില്ലായിരുന്നു, സന്തോഷമാണ്. പക്ഷേ ദൈവം അറിഞ്ഞ് കണ്ണ് തുറന്നത് 2013-14 ഏഷ്യാനെറ്റ് കോമഡി എക്സ്പ്രസ്. നമ്മൾ അത്രയും വർഷം എൻ്റെ 17ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ്സിൽ തോറ്റൊരു കൊച്ചു പയ്യൻ, മെലിഞ്ഞുടങ്ങിയൊരു പയ്യൻ സിനിമയിലേക്ക് കാലുകുത്തി. പക്ഷേ വിഷമം ഇല്ല, കാരണം എനിക്കറിയാം എന്തെങ്കിലും എനിക്ക് ഉണ്ടാകും. കാരണം എൻ്റെ കർമ്മം കറക്റ്റാണ്. എൻ്റെ അച്ഛനും ഞാൻ പുന്നുപോലെ നോക്കിയത്. അച്ഛൻ മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ പുന്നുപോലെ രണ്ടുപേരെ ഞാൻ പുന്നിൽ നോക്കി. അപ്പോൾ എനിക്കറിയാം എന്നെ ചുമ്മാ വിടത്തില്ല. പക്ഷേ ദൈവം എനിക്ക് തന്നത് വാരിക്കുഴി എന്ന് പറഞ്ഞാൽ 2012-13 1ാം സമ്മാനം. ഞാൻ മനസ്സിൽ ഒന്ന് കാണാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് കലാഭവൻ മണിച്ചേട്ടൻ. അദ്ദേഹം എനിക്ക് ബെസ്റ്റ് കോമഡി അവാർഡ് തന്നു, 1ാം സമ്മാനം തന്നു. പിന്നെ ഇപ്പം
ഈ സിനിമ ആക്ഷൻ ഹീറോ ബിജു 100 പടം ഇപ്പം നിങ്ങൾ പോലും കണ്ട് കോബ്ര അല്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷമില്ല. അപ്പോൾ അത് ദൈവം 100 പടം തന്നെ, ഒരു പടത്തിൽ വേഷം ആ പടത്തിലൂടെ എൻ്റെ കഥാപാത്രമായി. അപ്പോൾ അതൊക്കെ കൊണ്ട് 100 പാട് ഞാൻ ഒരുപാട് സംതൃപ്തനാണ്. നമുക്ക് ഇപ്പോൾ ഇന്നും സ്റ്റേജ് ഷോ ആണ് നമുക്ക് ഏറ്റവും, നമ്മൾ എത്ര വലിയ നടനായാലും സ്റ്റേജ് ഷോ അതില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അത് ഭയങ്കര വിഷമം. ഇന്ന് സ്റ്റേജ് പരിപാടിക്ക് പോകണമെന്ന് മാത്രമേ മരിക്കുന്നതിൽ ആഗ്രഹം. എല്ലാവരും പറഞ്ഞ് തമാശ പറയല്ല, വേദിയിൽ തന്നെ കിടന്ന് സ്റ്റേജിൽ കിടന്ന്, സിനിമാ സെറ്റില്ല, സ്റ്റേജിൽ കിടന്ന് മരിക്കണം. സ്റ്റേജ് കലാകാരൻ എന്നുള്ള എനിക്ക് ഭയങ്കര അഭിമാനമാണ്. ഈ ആക്ഷൻ ഹീറോ ബിജുവിലെ ആ സംഭാഷണങ്ങൾ, ഡയലോഗുകൾ, അത് തിരക്കഥയിൽ അങ്ങനെ സംഭാഷണങ്ങൾ അതേപോലെ തന്നെ ഉള്ളതായിരുന്നു, അതോ നമ്മൾ കയ്യിൽ നിന്ന് ഇട്ട് നമ്മൾ ചെയ്തിരുന്നു? അങ്ങനെയാണ് എല്ലാം സ്ക്രിപ്റ്റുള്ളതാണ്. അതായത് ഒരു ഫസ്റ്റ് വയർലെസ് മുടിച്ച് പറയുമല്ലോ, ഓറോ എത്ര ഓവറായി, ഇപ്പോൾ ആരാ വാറ്റ് ചെയ്യുന്നത്, ശ്രീശാന്തിൻ്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ, കോബ്രയോ, എടാ ആ കോബ്രയല്ല കിങ് കോബ്ര, ആമ്പിള്ളത്തെ നിന്നൊക്കെ ആരടാ പോലീസിലെടുത്ത്, ഇതൊരു സംഭവം. പക്ഷേ വേറെ ഡയലോഗ് അതെ, അച്ചടിശാല നീ പഠിച്ച് ഇന്ത്യയല്ല പട്ടിണി പാവങ്ങളുടെ, അത് ഓൾറെഡി പറയുമ്പം ആദ്യം സാർ പറഞ്ഞ കിങ്ങിൻ്റെ ഡയലോഗ് പറയാൻ പറഞ്ഞു. അല്ല കിങ്ങില്ല, ആദ്യം സാർ പറഞ്ഞ് മോനെ സവാരി കിരികിരി അത് പറയാൻ പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു അത് വേണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ ലേലത്തിലെ സോമൻ സാർ പറഞ്ഞ നേരെ തിരുമേനി അത് പറയാൻ പറഞ്ഞു. അപ്പോൾ അതും പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാമറമാൻ പറഞ്ഞ് കിങ്ങിലെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കിങ്ങിൻ്റെ ഡയലോഗ് ഞാൻ പറയാം, പക്ഷേ എനിക്ക് അറിയില്ലെന്ന് പറയും. അപ്പോൾ സാർ നിനക്ക് അറിയുന്നത് നീ പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് പട്ടിണി പാവങ്ങളുടെ നിരക്ഷര ഇന്ത്യ, അതറിയണ സെൻസ് വേണം, സെൻസിവിറ്റി വേണം, സെൻസർ ബോർഡ് വേണം, മുഖ്യമന്ത്രി വരാൻ ഒരു 10 മിനിറ്റ് താമസം എടുക്കും, എല്ലാവരും പോയി ചാടിച്ചിട്ടോ ഓവർ, അതങ്ങനെ കിട്ടിയ സമയം. അത് ബാക്കിയെല്ലാം സാറിൻ്റെ തന്നെയാണ്, ഒരു മാറ്റമില്ല സാറിൻ്റെ. അതെൻ്റെ അല്ല, അതും നമ്മളെ ക്യാമറമാൻ്റെ ഇതാണ് കിങ് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. ബാക്കിയെല്ലാം സാറാണ്, ഒന്നുമില്ല, എല്ലാം ഓവറോ എല്ലാം സാറിൻ്റെ. തികച്ചും സംതൃപ്തനായിട്ടുള്ള ഒരു കലാകാരൻ. ഇപ്പോഴും ആക്ഷൻ ഹീറോ ബിജുവിൽ കൂടി വന്ന സൗഭാഗ്യങ്ങൾ അതിപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുടരുകയാണ്. ഇപ്പോഴും നിരവധി സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.